കഴിഞ്ഞ ദിവസം ഞാൻ ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ കാരണം ട്രെയിനിങ് നടത്തിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രെയിനിങ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. രാവിലെ വെയിറ്റ് ട്രെയിനിങ് സെഷനാണ്, അപ്പോൾ അതിന് പോവുകയാണ്. വെയിറ്റ് ട്രെയിനിങ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചു വരുമ്പോൾ പറയാം. അപ്പോൾ ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീടെത്തി. ഇന്ന് ചെസ്റ്റും ട്രൈസെപ്സും ആയിരുന്നു. പുഷ് ഡേ ആയിരുന്നു. ഞാൻ അധികം എന്നിട്ടും പുഷ് ചെയ്തില്ല, കാരണം ഒരു ബ്രേക്ക് കഴിഞ്ഞ് പോകുന്നതാണല്ലോ. അതുകൊണ്ട് ബാർബലുള്ള വർക്കൊന്നും ചെയ്തില്ല. ഡംബലായിരുന്നു കൂടുതലും ചെസ്റ്റ് വർക്കൗട്ട്സ് ചെയ്തത്. ട്രൈസെപ്സ് എത്തിയപ്പോൾ നേരെ തിരിഞ്ഞു. അതായത് ഞാൻ ബാർബലും ഡംബലും ഒന്നും യൂസ് ചെയ്തില്ല. ജസ്റ്റ് നമ്മുടെ കേബിൾ ഉണ്ടല്ലോ, കേബിൾ മെഷീനിലുള്ള വർക്കൗട്ടുകളായിരുന്നു. അതിൻ്റെ പല വേരിയേഷൻസ് ട്രൈസെപ്സിൻ്റെ ചെയ്തു. എല്ലാം കൂടി ഒരു 1 hour വർക്കൗട്ട് ചെയ്യാൻ പറ്റി. ബ്രീത്തിങ്ങിനൊന്നും ഒരു പ്രശ്നമില്ല, അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ടയേർഡും ആയില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള വർക്കൗട്ടായിട്ടൊന്നും എനിക്ക് ഫീൽ ആയില്ല. സമാധാനമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ വൈകുന്നേരം റണ്ണിന് പോകുന്നുണ്ട്. ഇന്നൊരു ഈസി റണ്ണ് ചെയ്യാനാണ്, കാരണം കുറേ നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരാണ്. അപ്പോൾ ഒരു റിക്കവറി റൺ അല്ലെങ്കിൽ ഈസി റണ്ണൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസി റൺ എങ്ങനെ ഉണ്ടെന്നുള്ളത് വൈകിട്ട് പറയാം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തിങ്കളാഴ്ചയാണ് കേട്ടോ, പക്ഷേ പോസ്റ്റ് ചെയ്യുന്നത് ചൊവ്വാഴ്ച ആയിരിക്കും. കാരണം തിങ്കളാഴ്ച രാത്രിയാണല്ലോ ഓടാൻ പോകണം. അപ്പോൾ അത് എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ ചൊവ്വാഴ്ച ആയിരിക്കും ഞാൻ ഇടുന്നത്. വൈകിട്ട് റണ്ണിന് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. അപ്പോൾ ഞാൻ മോർണിംഗ് പറഞ്ഞ പോലെ ഈവനിങ് റണ്ണിൻ്റെ ടൈമായി. സ്റ്റേഡിയത്തോട്ട് പോകാൻ പോവുകയാണ്. എൻ്റെ പ്ലാൻ ഒരു 10 kilometer ഓടുക എന്നുള്ളതാണ്. എനിക്കിപ്പോൾ ബ്രീത്തിങ്ങിനൊന്നും പ്രശ്നമില്ല, പക്ഷേ ഇനി ഓടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. വലിയ കുഴപ്പമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 1 hour 10 ഫിനിഷ് ചെയ്യേണ്ടതാണ്. അപ്പോൾ റൺ എങ്ങനെ പോകുമെന്നുള്ളത് നോക്കാം. അപ്പോൾ റണ്ണ് കംപ്ലീറ്റ് ചെയ്തു. ഞാനിന്ന് ഈസി റണ്ണ് ചെയ്യാമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ ഇപ്പോൾ സമ്മറായല്ലോ. സമ്മർ ആയതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ഹ്യൂമിഡിറ്റിയാണ്. ഹ്യൂമിഡിറ്റിയിൽ നമുക്ക് ഈസി റണ്ണ് ഹോൾഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാനിന്ന് എത്ര ഈസി ആയിട്ട് ഓടിയിട്ടും ഹാർട്ട് റേറ്റ് 160 170 അങ്ങനെയൊക്കെ പറഞ്ഞ് പോകണ്ടായിരുന്നു. അപ്പോൾ ഈസി ആയിട്ട് ഓടാൻ പറ്റില്ലെന്ന് മനസ്സിലായി. സോ 3K ഞാൻ മാക്സിമം ഈസി ആയിട്ട് ഓടി. പിന്നെ വിചാരിച്ചു 3K ഒന്ന് പുഷ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം 3K ഈസി ആയിട്ട് ഓടിയപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ജസ്റ്റ് സ്ട്രൈഡ്സ് ഒക്കെ ചെയ്ത് ഇന്നത്തെ സെഷൻ ഫിനിഷ് ചെയ്തു. 6 kilometer ഓടാൻ പറ്റി. പഴയ പോലെ ഓടാൻ പറ്റി. ആവറേജ് പേസ് 5:55 ഡ്രോപ്പ് ആക്കാൻ പറ്റി. അതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ റിക്കവറി തുടങ്ങിയെന്ന് പറയാം. ഇനി വരുന്ന ദിവസങ്ങളിൽ റൺ ചെയ്യുന്നുണ്ടാവും. പഴയ ഒരു ലെവലിലോട്ട് എത്തുമായിരിക്കും ഉടനെ. എനിക്ക് വയ്യാന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ കുറേ ഒരു മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ആ ഒരു സപ്പോർട്ടിനും എൻകറേജ്മെൻറ്റിനും ഒക്കെ ഒരു ബിഗ് താങ്ക്സും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ നടത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.